ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആനി ചേച്ചി എന്ന കഥയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും കഥ കേൾക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. ഞാനിവിടെ പറയുന്നത് നന്ദന്റെ ശബ്ദത്തിലാണ് കേട്ടോ. അപ്പം എല്ലാവരും കേട്ടിരിക്കാം. അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് ഞാനും അനുചേച്ചിയും കൂടെ സോഫയിലേക്ക് ഇരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചിക്ക് തിടുക്കമായിരുന്നു. എന്റെ ഫോണിൽ എടുത്തേക്കുന്ന ഫോട്ടോസ് എല്ലാം ഒന്ന് കാണണമെന്ന്. ഞാൻ കുറച്ചുകൂടി നീങ്ങിയിരുന്നതിന് ശേഷം അനുചേച്ചിക്ക് ഓരോന്നും കാണിച്ചു കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി എന്ന പോലെ അനുചേച്ചി അതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു മോഡലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചേച്ചിയിൽ കാണുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ ആയ പോരാ, കുറച്ചുകൂടി ലുക്സ് ആയി കഴിഞ്ഞാൽ കാണാൻ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ പറയുന്ന സമയത്ത് ആനിച്ചേച്ചി എന്നെ നോക്കി. പെട്ടെന്ന് ഒരു പുഞ്ചിരി എന്ന പോലെ ആനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നടക്കുന്ന കാര്യം പോലും പറ എന്റെ നന്ദ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ആനിച്ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ അടുത്തുനിന്ന് ഞാനിങ്ങനെ എടുത്ത് പഠിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ ഞാനിതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് നീ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണെന്ന് പറയുമോ? ഞാൻ പറഞ്ഞു, അല്ല ചേച്ചിക്ക് ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്തതന്നെ, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ സോഫയിലിരിക്കുമ്പോഴും വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാത്റൂമിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഈ പരിപാടികളെല്ലാം ഒപ്പിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിലും അവിടെ ഇരിക്കുന്ന കാര്യത്തിൽ ആനിച്ചേച്ചിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ആ സമയം ആനിച്ചേച്ചിയും വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഞാനാണ് ആനിച്ചേച്ചി എടുത്ത് കുളിക്കാനും പോകാനൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തമ്മിലിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു കൂർക്കമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ജോർജേട്ടനായിരുന്നു. ആളവിടെ സോഫയിൽ നീണ്ടു നിവർന്നാണെന്ന് കൂർക്കം വിളിക്കുകയാണ്. ഇതെപ്പോ കിടന്ന് ഉറങ്ങാൻ നോക്കിയതാണ്, ഇത്രയും നേരമായിട്ട് എണീറ്റിട്ടില്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. മറ്റൊന്നും ആയിരുന്നില്ല, എന്നെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് തന്നെ കിടന്നുറങ്ങിയതായിരുന്നു ജോർജേട്ടൻ. ഇതുവരെയും ഒന്നും എണീറ്റിട്ട് പോലുമില്ല, എന്തോ മോന്തിയായിട്ട് കിടന്നുറങ്ങാണ്. അതാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്നെ ഞാൻ വിചാരിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആനിച്ചേച്ചി എന്നെ നോക്കി. നീ എന്തോ നോക്കുന്നേ? ഞാൻ പറഞ്ഞു, ഞാൻ ജോർജേട്ടനെ നോക്കിയതാണ്. ഓ, അതിനെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല, നീ ഇത് നോക്കി നീ പറഞ്ഞ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഞാൻ ആനിച്ചേച്ചിക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ആ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചി പറഞ്ഞു, നീ ഏതായാലും കുറച്ച് കഴിഞ്ഞിരിഞ്ഞിട്ട് പോരെ, തുണിയെല്ലാം നനഞ്ഞിരിക്കുക. അമ്മ ചോദിച്ചാൽ എന്താ പറയാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അനുചേച്ചി അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടാ കുറച്ച് കഴിഞ്ഞിട്ട് വരണേട്ടോ എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ടാറ്റയൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്നും. അപ്പൊ തന്നെ അനുചേച്ചി അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പോകുന്നതെല്ലാം. ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്നു. അമ്മ എന്നെ കണ്ടതും, എടാ നീ എവിടെ പെടാ ഈ നനഞ്ഞു കുളിച്ചൊക്കെ വരുന്നത്? പെട്ടെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അത് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തായിരുന്നു അവിടെ. ആ ടൈമിൽ ചെളിവെള്ളവും കാര്യങ്ങളൊക്കെ തെറിച്ച് വീണതാണ്. അങ്ങനെ ഇവിടെയൊന്നും മഴയില്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, പെട്ടെന്നൊരു ചാറ്റൽ പോലെ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം കൊണ്ട് തെറിച്ച് വീണു താഴെ കിടന്നൊക്കെ. അങ്ങനെ എന്തൊക്കെയോ നുണകൾ ഞാൻ അമ്മയോട് പറഞ്ഞൊപ്പിച്ചു. അമ്മ കേട്ടില്ല എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ വിശ്വസിച്ചു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജനലിന്റെ വാതിക്കൽ ആനിച്ചേച്ചി അവിടെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മയെടുത്ത് പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ മറുപടി പറഞ്ഞു. കൈ ഇങ്ങനെ പൊക്കി ആ തള്ളവരിൽ പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ ഓക്കെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ ആനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, വരണേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ വീണ്ടും കൈപൊക്കി കാണിച്ചു. അങ്ങനെ ഞാൻ ബെഡിൽ കയറി കിടന്ന് ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആനിച്ചേച്ചിയുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോരോ ഫോട്ടോസ് കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എനിക്ക് അതിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു മോഡലിനെ കാണുന്ന പോലെ തോന്നി. എത്ര കുഗ്രാമമാണെങ്കിലും എന്താണ്, ഓരോ ആൾക്കാരെ നമ്മൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര അടിപൊളിയായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പെട്ടെന്നായിരുന്നു എനിക്ക് വാട്സപ്പിൽ കുറെ മെസ്സേജുകൾ. അത് ആരാണെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ ആ വാട്സപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കി. അത് മറ്റാരും ആയിരുന്നില്ല, ആനിച്ചേച്ചി തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ സർപ്രൈസ്ഡ് ആക്കി ആനിച്ചേച്ചി. മറ്റൊന്നും ആയിരുന്നില്ല, ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ചില ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അങ്ങനെയുള്ള കുറെ പിക്ചേഴ്സും കാര്യങ്ങളും എനിക്ക് അയച്ചേക്കുന്നു. പെട്ടെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് ചോദിച്ചു, ഇതൊക്കെ എവിടുന്ന് എപ്പോൾ ഒപ്പിച്ചു
എന്ന് ചോദിക്കുമ്പോൾ ഗ്രൂപ്പിൽ വന്നതാടാ എന്ന് മാത്രം മറുപടി പറഞ്ഞു. എന്ന് മാത്രം ഞാനും തിരിച്ച് മറുപടി കൊടുത്തു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ കിടക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത് ആനിച്ചിച്ചിട്ട് തന്നെയാണ്. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തതും. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ആനിച്ചിച്ചി നേരത്തെ കണ്ടതാണെങ്കിലും വീണ്ടും വീണ്ടും അത് കാണാനുള്ള ആഗ്രഹം കാണുമല്ലോ. അപ്പൊ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം ഞാൻ അയച്ചു കൊടുത്തു. പെട്ടെന്ന് ആനിച്ചിച്ചി എടുത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഈ പോസൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ആനിച്ചിച്ചി പറഞ്ഞു, മോഡലിന്റെ കണക്കിന് ഉണ്ടാ, നല്ല രസമുണ്ട് എന്നിട്ട് റിപ്ലൈ തന്നു. അപ്പൊ തന്നെ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, ഇത് കണക്കൊക്കെ ആയിക്കൂടായിരുന്നോ, പിന്നെ ഇത്രയൊക്കെ ഒരുങ്ങി നടന്നു കഴിഞ്ഞാൽ ആരാ ശ്രദ്ധിച്ചു പോകാത്തത്. അങ്ങനെ പറയുന്ന സമയത്ത് ആനുചേച്ചി തന്നെ എനിക്ക് മറുപടി തന്നു, നോക്കാം ഇനി തൊട്ട്, ഇനി ബാംഗ്ലൂർ വരല്ലേ നിന്റെ കൂടെ, അപ്പൊ നമുക്ക് അവിടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനത്തെ ലുക്സും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, നോക്കാം, പിന്നെ അടിപൊളിയായിട്ടിരിക്കും എന്ന് പറഞ്ഞ് തിരിച്ച് ഒരു മെസ്സേജ് മാത്രം ഞാനിങ്ങനെ അയച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ ആനുചേച്ചി കുറേ അധികം മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു നോക്കുമ്പോൾ നീ ഇങ്ങോട്ട് വരുന്നില്ലേ എന്നായിരുന്നു ചോദിച്ചത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ ഉണ്ട്, അമ്മ മാറിയിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചു, നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജനാൽ വഴിയായിരുന്നു ആനുചേച്ചി എന്നെ വിളിക്കുന്നതൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ഹൈടെക്കായി. അവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്കിപ്പം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അനുചേച്ചി എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അനുചേച്ചിക്ക് നേരെ എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇത് കുറച്ച് നേരത്തെ പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നെ ഞാനാണെങ്കിൽ ബാംഗ്ലൂരായിരുന്നല്ലോ. പിന്നെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചിയായിട്ടോ അല്ലെങ്കിൽ ജോർജ് ചേട്ടനായിട്ടോ ഒരു കണക്ഷനോ കാര്യങ്ങളോ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ലൊരു കൂട്ടാണ് എല്ലാവരുമായിട്ടും. പിന്നെ അമ്മയ്ക്ക് മാത്രം അങ്ങോട്ട് പോകുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അനുചേച്ചി മെസ്സേജ് അയച്ചിങ്ങനെ ചോദിക്കും, അവിടെ എന്തായി പരിപാടിയൊക്കെ, എന്ത് ചെയ്യാണ്, അതൊക്കെ ചോദിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് അയൽക്കാരിയായിട്ടുള്ള വീട്ടിലെ ഒരാൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കുന്നതൊക്കെ അത് കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ആ സമയത്ത് അനുചേച്ചിയോട് പറയുകയും ചെയ്തു, ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അടുത്ത് നിന്ന് സംസാരിക്കുന്നതൊക്കെ തന്നെ ഉണ്ട് അല്ലേ, പിന്നെ അവിടുത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അറിയാനും പറ്റുന്നുണ്ട്. ദൂരമില്ല എന്നുണ്ടെങ്കിൽ തന്നെ ചേച്ചിക്ക് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ആ ഒരു മില്ലിൽ പോയിട്ട് ഈ സാധനങ്ങളെല്ലാം ഒന്ന് പൊടിപ്പിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞിട്ട് പറഞ്ഞു, നീ ആ ആനി എടുത്തു ചോദിച്ചേ അവിടെ വീട്ടിലെന്തെങ്കിലും പൊടിപ്പിക്കാനുണ്ടോന്ന്, എന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സഹായിച്ചു കൊടുക്ക്. അവളുടെ ഹസ്ബൻഡിനെ കൊണ്ടോ ഒരു ഭർത്താവ്, അതായത് ജോർജേട്ടനെ കൊണ്ട് യാതൊരു ഉപകാരമില്ലെന്ന് അമ്മ ഉദ്ദേശിച്ചത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് ഇറങ്ങി. ഇപ്പോ ആ ഒരു ചാൻസ് ആയിരുന്നു, അങ്ങോട്ടൊക്കെ പോകാനും കാണാനും ഒക്കെ ആയിട്ട് ഒരു രസമായിരുന്നു. പിന്നെ ഞാനും ആൻചേച്ചിയായിട്ടുള്ള സൗഹൃദം അങ്ങനെ മറ്റാർക്കും അധികം ദഹിക്കത്തില്ല. അത് അങ്ങനെയാണല്ലോ. ചില സമയത്തൊക്കെ ആണെങ്കിൽ ആൺപെൺ സൗഹൃദം ചിലർക്ക് അത് പിടിക്കത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ. അങ്ങനെ ഞാൻ ആനിശ്ചിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഞാൻ മതിലിന് തൊട്ടപ്പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ അമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആനി എന്തെങ്കിലും പൊടിപ്പിക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവൻ്റെ കൊടുത്തുവിടുക കേട്ടോ, ഇവിടെ പിന്നെ അവൻ പൊടിപ്പിക്കാൻ പോവാ, പിന്നെ ഇവൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങ് സെറ്റാക്കി കൊടുത്തരാം. ഞാൻ ആ സമയത്ത് അനുചേച്ചിയുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഉറക്കം വിളിച്ച് പറഞ്ഞു, അമ്മേ ഇതിനി കിട്ടാൻ ഒരുപാട് ലേറ്റാവും കേട്ടോ, ഇതിപ്പം ഈ വീട്ടിലുണ്ട് അവിടുത്തെ ഉണ്ട്, അപ്പം രാത്രിയാവും വരാനൊക്കെ ആയിട്ട്, എന്നെ വിളിച്ച് ശല്യം ചെയ്യാനും വേണ്ട എന്ന് തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും, പെട്ടെന്ന് സാധനം ഇവിടെ കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ, നാളെ അപ്പം ചൂടാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളയാ. ഞാൻ ആ സമയത്ത് അനുചേച്ചി അടുത്ത് നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് അങ്ങോട്ട് നടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അനുചേച്ചി എന്നെ ഒന്ന് വിളിച്ചു. അപ്പോഴേക്കും അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറിയിരുന്നു, അകത്തേക്ക് പോയിരുന്നു. അപ്പൊ തന്നെ അനുചേച്ചിൻ്റെ അടുത്ത് വിളിച്ചിട്ട്, അവിടെ ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകും, ഞാൻ ഇച്ചിരി കാപ്പി ഇട്ടുതരാം, നീ ഏതായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പിടിച്ചിരുത്തി. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ജോർജ് ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു. ആള് പോയോ ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആള് നേരെ കള്ളുഷാപ്പിൽ അവിടെ കണ്ട് പോയിട്ടുണ്ട്, എന്താ ഉദ്യോഗം എന്ന് അറിയത്തില്ല, നേരത്തെ വരെ ഇവിടെ കിടന്ന് ഉറങ്ങിയിരുന്ന മനുഷ്യനാ, നേരെ പോയിട്ടുണ്ട്,
എന്ന് പറഞ്ഞ് ആനിച്ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ ആ സോഫയിൽ തന്നെ ഇരുന്നു. അപ്പൊ തന്നെ ആനിച്ചേച്ചി എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കാപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നു. നീ ഇത് കുടിച്ചിട്ടൊക്കെ പോയാൽ മതി. വെറുതെ ഇങ്ങനെ കിടന്ന് പണിക്ക് ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ല. സാവധാനം എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി. നീ ഒരുപാട് ലേറ്റാവുമെന്നൊക്കെ പറഞ്ഞില്ലേ? ഓ, അപ്പം നീ ഇന്ന് കാണത്തില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് വേറെ ഒന്നുമല്ല, അമ്മയടുത്ത് പറഞ്ഞത്. ഞാൻ ലേറ്റാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയല്ലോ ഞാൻ മില്ലിലാണെന്നുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് കയറിയിട്ട് എനിക്ക് പോകാമല്ലോ. പെട്ടെന്ന് ഞാനത് പറയുന്ന സമയത്ത് അനുചേച്ചി എനിക്കൊരു അടി തന്നു. എടാ ബുദ്ധിമാനേ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ അനുചേച്ചി ഒന്ന് നോക്കി. അനുചേച്ചിയുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ നല്ല പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷവും ഉന്മേഷവും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അത് മറ്റൊന്നും കാര്യമില്ല. എൻ്റെ ആ സൗഹൃദവും കാര്യങ്ങളൊക്കെ അനുചേച്ചിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അത് ഒരു പക്ഷേ ചിലർക്ക് അങ്ങനെയാണ്. ചിലർക്ക് ഇച്ചിരി കാര്യം മതി നല്ലതുപോലെ ആ ഒരു ഫെയിലും കാര്യങ്ങളും കിട്ടാൻ. അത് തന്നെയായിരുന്നു അനുചേച്ചിയും ഉണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു എനിക്കും തോന്നിയത്. അങ്ങനെ കോഫി കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മില്ലിലേക്ക് പോയി. മില്ലിലേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മില്ലിലെ ചേച്ചി നല്ല ധൃതിയിലായിരുന്നു. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പൊടിപ്പിച്ചെടുക്കാനുള്ള ധൃതിയിൽ. ആ സമയത്ത് എൻ്റെ അടുത്ത് നേരത്തെ തന്നെ ചോദിച്ചു, ഇത് അരിയാണോ മുളകാണോ? അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, അരിയും മുളകും ഉണ്ട് ചേച്ചി, എല്ലാം ഇന്ന് തന്നെ തീർക്കണം. അയ്യോ, ഇന്ന് ഇനി ശരിയാവും തോന്നില്ല, ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത്, അയ്യോ ഇന്ന് നാളെ അമ്മയ്ക്ക് പൊടിപ്പിച്ചോണ്ട് ചെല്ലണം എന്ന് തന്നെ പറഞ്ഞു. ഞാൻ നോക്കട്ടെ, നീയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് മില്ല ചേച്ചി ചോദിച്ചു. മില്ല ചേച്ചിയുടെ പേര് ആശ എന്നായിരുന്നു. ആശ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും അവിടെ മില്ലുണ്ടായിരിക്കും. ആശ ചേച്ചി അവിടുത്തെ പണിക്കാരി മാത്രമല്ല, അവിടുത്തെ ഓണർ കൂടിയാണ്. ചേച്ചിയുടെ തന്നെയാണ് മില്ലും കാര്യങ്ങളൊക്കെ. ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പണിക്കാരോ കാര്യങ്ങളോ അവിടെ പിടിച്ചു നിർത്തും. അത് തന്നെയായിരുന്നു. ഇപ്പം പണിക്കാരെ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ചേച്ചി തന്നെയാണ് ചെയ്യുന്നതൊക്കെ. അപ്പൊ തന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു. മറ്റൊന്നും ആയിരുന്നില്ല, എനിക്കറിയായിരുന്നു ചേച്ചി ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട് ചേച്ചിക്ക്. നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളിന്ന് പിടിച്ചിർത്തിയിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുന്ന ഒരു സ്വഭാവം. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആശി ചേച്ചി തന്നെ എന്നോട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആദ്യമൊക്കെ എനിക്ക് മടിയാണെന്നുണ്ടെങ്കിലും ആശി ചേച്ചി വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെ ചേച്ചിക്കൊപ്പം നിന്നു. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ആശി ചേച്ചി ഓരോ വർക്കും കാര്യങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ആശി ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മില്ലിൽ. പിന്നെ പൊടിപ്പിക്കാൻ വന്ന ആൾക്കാരെല്ലാം ഓരോരോ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ വരുന്ന സമയത്ത് എന്നെയും കാണുന്നുണ്ട്, ആശി ചേച്ചിയും കാണുന്നുണ്ട്. പെട്ടെന്ന് മോൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആശി ചേച്ചി എനിക്ക് കൂലി എടുത്ത് തൊടാൻ അങ്ങനെ മുതിർന്നു. ആ സമയത്ത് തന്നെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, ചേച്ചി എനിക്ക് കാശൊന്നും വേണ്ട, ഞാനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടേക്ക് വന്ന് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. എനിക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം. പിന്നെ ആ സമയത്ത് തന്നെ ആശി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താ ബാംഗ്ലൂർക്ക് പോകുന്നത്? അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കിട്ടാൻ പാടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ബാംഗ്ലൂർക്ക് ഉടനെ പോകും ചേച്ചി, ഇപ്പൊ ഉടനെ ഇല്ല, പതുക്കെ പോകത്തോളൂ. അതുവരെ നിനക്ക് ഇവിടെ ജസ്റ്റ് എനിക്ക് വന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ഞാൻ പൈസ തരാടാ, യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ ആശ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ നോക്കട്ടെ ചേച്ചി, എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ. പിന്നെ അമ്മ വിടുമെന്ന് അറിയത്തില്ല, അമ്മയ്ക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് താക്കീതുള്ള കാര്യങ്ങളാണ്. നിന്റെ അമ്മയുടെ വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം എന്ന് ആശി ചേച്ചി പറയുമ്പോൾ, ഏതായാലും നോക്കട്ടെ ചേച്ചി, ഏതായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തേരെ എന്ന് പറഞ്ഞ് തരുന്ന സമയത്ത് ആശി ചേച്ചിക്ക് ഞാൻ പൈസ എടുത്ത് വെച്ച് നീട്ടി. ഈ പൈസ വേണ്ട, നീ നിന്നല്ലേ, ഇന്ന് നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ചേച്ചി എല്ലാ കാര്യങ്ങളും എടുത്ത് എനിക്ക് തന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായി. വീട്ടിലേക്ക് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമല്ലോ. പിന്നെ അമ്മയടുത്ത് പറയുകയും ചെയ്യാം, ആശി ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തോണ്ടാണ് ചേച്ചി ഇത് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തന്നോന്ന്. അത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം വരുമല്ലോ, പ്രത്യേകിച്ച് ആനി ചേച്ചിക്ക്. അതുകൊണ്ട് തന്നെ പക്ഷേ ആനി ചേച്ചി അടുത്ത് ഈ ഒരു കാര്യമൊന്നും പറയണ്ട, അവിടെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആനി ചേച്ചിക്ക് ചെറിയ കൊച്ചുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഞാൻ ആലോചിച്ചില്ല ആദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞ സമയത്താണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കൈ കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് ആനി ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി ഇന്നിച്ച് ലേറ്റായി പോയിട്ടോ, ഞാൻ നാളെ കാണാം എന്ന് തന്നെ ആനി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അവിടേക്ക് നോക്കുന്ന സമയത്ത് ജോർജേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം അമ്മയ്ക്ക് തന്നെ സംഭവം കൊണ്ട് കൊടുത്തത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് എനിക്ക് ആൻറ്റിച്ചി മെസ്സേജ് അയക്കുന്നു, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഒരു ഗുഡ് നൈറ്റ് കൊടുക്കുന്ന സമയത്ത് ആൻറ്റിച്ചി എനിക്ക് മെസ്സേജ് തിരിച്ചയച്ചു, നീ എന്താ ഇന്നിങ്ങോട്ട് വരാഞ്ഞത്, ഞാൻ വിളിച്ചല്ലായിരുന്നോ? അപ്പം ഞാൻ പറഞ്ഞു, ജോർജ് ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആളെ നീ വല്ലതും പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമല്ലേ ചേച്ചി, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് വരാഞ്ഞത്. എന്നാ കുഴപ്പമില്ല, നീ പൊക്കോ, നാളെ കാണണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. ആ സമയത്ത് ആ ചേച്ചി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ട് കിടന്നു. അങ്ങനെ സമയമെല്ലാം കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റിരുന്ന സമയത്ത് ഞാൻ ജനലിൽ കൂടെ ആശി ചേച്ചിയെ നോക്കി. അവിടെ ആളെ കാണുന്നില്ലായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി പല്ലും തേച്ചുകൊണ്ട് വാഴത്തോപ്പിൽ അങ്ങനെ നിന്ന് പരതി നോക്കി. അന്നേരവും ആശിച്ചിയെ കാണുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ മാറി നിന്നിട്ട് വീണ്ടും ഒന്ന് നോക്കി. വേലിക്കിടയിൽ കൂടെ ആരും ഒന്ന് തോക്കുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ആനച്ചേച്ചി ഇപ്പം പഴയ ആ ലുക്കൊന്നുമല്ല. ഞാൻ പറഞ്ഞ് എല്ലാം മാറിയിട്ടുണ്ട്. ചേച്ചി വെസ്റ്റേണൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ മുറ്റമടിക്കുന്നത് തന്നെ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആനച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ നന്ദ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്ന് ലുക്കായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആനച്ചേച്ചി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തന്നെയല്ലേ പറഞ്ഞത് ലുക്കാവണമെന്നൊക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല ചേച്ചി, ചേച്ചി ഇത്രയും ഒരു മോഡേൺ ലുക്ക് ആവുമെന്ന്. ഇതൊക്കെ ഞാനും പരീക്ഷിച്ച് നോക്കട്ടെ, നിങ്ങളുടെ ബാംഗ്ലൂർ സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അകത്തുനിന്ന് ഒരു പകുതി ബോധമായിട്ട് ജോർജ് ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ജോർജ് ഏട്ടൻ അവിടെ നിന്നിട്ട് ഒന്ന് മുറുക്കി തുപ്പിയതാണോ എന്താണെന്നറിയില്ല, ആ കിഴക്കേശത്ത് നിന്ന് എന്തോ കാണിച്ചു. എന്നിട്ട് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ജോർജ് ഏട്ടൻ ആനിച്ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചു. എന്താണ് പുതിയ മാറ്റമൊക്കെ, ഡ്രസ്സൊക്കെ എന്നൊക്കെ പറയുന്ന സമയത്ത് ആനിച്ചേച്ചി ജോർജ് ഏട്ടനെ ഒന്ന് തുറച്ചു നോക്കി. ഞാൻ ഇതുവരെയും ആനിച്ചേച്ചിയിൽ ഈ ഒരു മുഖം കണ്ടിട്ടില്ല. ജോർജ് ഏട്ടൻ്റെ അടുത്ത് പതറി നിന്ന് സംസാരിക്കുന്നതല്ലാതെ ആനിച്ചേച്ചി ഇങ്ങനെ തുറച്ചു നോക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. തുറച്ചു നോക്കിയിട്ട് തന്നെ ആനിച്ചേച്ചി പറഞ്ഞു, എന്താ മനുഷ്യ, ഞാനിട്ടാ പറ്റത്തില്ലേ? എപ്പോഴും നിങ്ങളുടെ അടിമയായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടണ്ടേ എന്നൊക്കെ ആനിച്ചേച്ചി പെട്ടെന്ന് ജോർജ് ഏട്ടൻ്റെ അടുത്ത് വളരെ ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ സമയത്ത് ജോർജ് ഏട്ടൻ അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും ആനിച്ചേച്ചി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. അതിനുശേഷം ജോർജ് ഏട്ടൻ ഒരു പരാജിതൻ എന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി മോന്താനാണെന്ന്. ഞാൻ അവിടെ നിന്ന് അനുചിച്ചിയെ നോക്കി. കൊള്ളാം കേട്ടോ, ആള് ഭയങ്കര റൗഡി ആയിട്ടുണ്ട് എന്ന് ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് എന്താണ് ഒരു ശബ്ദം കേട്ടതെന്ന് പറഞ്ഞ് അമ്മ അവിടേക്ക് ഇറങ്ങി വന്നു. ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ജോർജ് ഏട്ടനും അനുചേച്ചിയേട്ടൻ എന്തോ ഒരടി. അതായിരുന്നു അതായിരുന്നു നീ ഇനി പോരെ, അവിടെ സ്ഥിരമായിട്ടുള്ളതാ അതൊക്കെ, നമ്മളതൊന്നും കേട്ട് പഠിക്കണ്ട എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് എന്നെ വിളിച്ചു. ഞാൻ ആ സമയം അനുചേച്ചിക്ക് ഒന്ന് കൈപോക്കി കാണിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഊഹിക്കാമായിരുന്നു അനുചേച്ചി ഒരുപാട് ബോൾഡായിരിക്കുന്നു, പഴയ അനുചേച്ചിയല്ല ഇപ്പം. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം എൻ്റെ മൊബൈൽ എടുത്തിട്ട് മെസ്സേജ് അയച്ചു, അനുചേച്ചി അടിപൊളിയായിട്ടുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അനുചേച്ചി എനിക്ക് റിപ്ലൈ തന്നു, നീ അതൊന്നും കണ്ട് പേടിക്കണ്ട, ഞാനിപ്പോൾ കുറച്ച് സ്ട്രോങ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ആളിനി കൂടുതലൊന്നും എൻ്റെ അടുത്ത് അടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ അതൊന്നും കണ്ട് പേടിക്കണ്ട, നീ ഞാൻ വിളിക്കുന്ന സമയത്ത് വരണം എന്നുള്ള രീതിയിൽ അനുചേച്ചി ഇങ്ങനെ പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിയാണ് വന്നത്. പെട്ടെന്നുള്ള അനുചേച്ചിയുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ, ഒരു പാവത്തിൽ നിന്നും വലിയൊരു പുലി എന്ന പോലെ അനുചേച്ചി ഇങ്ങനെ തുള്ളുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് മെസ്സേജ് തിരിച്ചു, ഇന്നത്തെ ലുക്സ് അടിപൊളിയായിട്ടുണ്ട്, ഇന്നലെ അയച്ച ആ ഒരു മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, അതന്നെ ട്രൈ ചെയ്ത് പോവുക, ഈ ഒരു ലുക്കാണ് അനുചേച്ചിക്ക് വേണ്ടത്, ഇതാണ് ശരിക്കുള്ള അനുചേച്ചി, ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിട്ടുണ്ട്, പിന്നെ ഞാൻ കുറച്ച് ക്രീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുതരാം, അതൊക്കെ ഇട്ട് ഒന്ന് സുന്ദരിയായിട്ട് മാറുക, അപ്പൊ തന്നെ അനുചേച്ചിക്കും ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് പറയുമ്പോൾ അനുചേച്ചി എന്നെ പറഞ്ഞു, നീ ഉള്ളതാ എനിക്കൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, പിന്നെ ബാക്കിയെല്ലാം കണക്കാണ് എന്ന് തന്നെ പറഞ്ഞു നിർത്തി. ഇനി അനുചേച്ചി തൊട്ട് ബാംഗ്ലൂർക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം, അതൊക്കെ ഞാൻ അനുചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് നിന്നു. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അനുചേച്ചിയും
നന്ദനുമായിട്ടുള്ള ആ ഒരു ബാംഗ്ലൂർ യാത്രയും അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പുതിയൊരു കഥയായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഇനി ഇടാൻ പോകുന്നത് ആശിഷ് ചേച്ചിയും പിന്നെ നന്ദനും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന്റെ കഥയൊക്കെയാണ്. അത് എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കഥ കേട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഇനി പുതിയൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എന്ത് അഭിപ്രായമാണെന്നുണ്ടെങ്കിലും അത് എഴുതി അയക്കണം കേട്ടോ. അപ്പം നമുക്കിനി ബൈ ബൈ.